Hi students. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താ വെച്ചാൽ അതായത് ദ പ്രിൻസിപ്പിൾ ഇൻവോൾവിംഗ് വെബ് ഡെവലപ്മെന്റ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു 6 പോയിന്റ് നോക്കിയായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇനി വരുന്ന കുറച്ചും കൂടെ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പോഗ്രഫി. അതായത് നമ്മുടെ കണ്ടന്റ്, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും ശരി, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്തിട്ടാണ് നമ്മളത് വെബ്സൈറ്റിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ നോക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ് അലൈൻമെന്റും കൂടാതെ ഈ പറയുന്ന കാര്യം ടൈപ്പോഗ്രഫി എന്നാണ്. Typography is an art of arranging letters and text in a way that makes the copy legible, clear and visible appearing to the readers. അതായത് നമ്മുടെ റീഡേഴ്സിന് കാണുമ്പോൾ ഇപ്പം ഞാൻ ഇത് ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റിയില്ലേ, ഇതെങ്ങനെ പോയിന്റ് ഇട്ട് അത്യാവശ്യം കൊടുക്കുന്ന സ്പേസിങ് കൊടുത്ത് കോമയൊക്കെ കൊടുത്ത് അല്ല ഞാൻ ചെയ്യുന്നത്. സോ ഈ ഒരു പാറ്റേൺ, സോ ഈ ഒരു അറേഞ്ച്മെന്റ്, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ടൈപ്പോഗ്രഫി എന്ന് വിളിക്കുന്നത്. കൂടാതെ ടൈപ്പോഗ്രഫി ഇൻവോൾവ്സ് ഫോണ്ട് സ്റ്റൈൽ, അപ്പിയറൻസ്, സ്ട്രക്ചർ which aims to enlighten certain emotions and convey specific messages. In short, typography is what brings the text alive. ഇപ്പൊ നമ്മളൊരു ഹെൽപ്പ് എഴുതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹെൽപ്പ് എഴുതി ഒരു, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഞാൻ ഇത്രയും ഭാഗത്ത് ഹെൽപ്പ് എഴുതുന്നതിന് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അത്ര വലിയ ഇമ്പോർട്ടൻസ് കാര്യമില്ല, ഒരു വേർഡല്ലേ. ബട്ട് ഞാനിവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയാലോ, ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടാലോ നിങ്ങൾ നോട്ടീസബിൾ ആണ്, കുറച്ചും കൂടെ കാണും, പെട്ടെന്ന് നോക്കും അല്ലെ. സോ ഇതാണ് നമ്മുടെ ഈ ടൈപ്പോഗ്രഫീന്റെ എക്സാമ്പിൾ. അതായത് റൈറ്റ് വേർഡ്സ് റൈറ്റ് ടൈമിൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ നമ്മുടെ യൂസേഴ്സിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ അതിൽ റൈറ്റ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് റൈറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. സോ അപ്പോൾ അത് കറക്റ്റ് വേയിൽ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു പറയുന്ന ഒരു ഇതാണ് ഈ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നല്ല അലൈൻ ചെയ്ത് നല്ല വൃത്തിക്ക് ടെക്സ്റ്റ് ഒക്കെ കൊടുക്കണം. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സറി ടൈമിൽ അല്ലെങ്കിൽ സാധാ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ടൈമിൽ നമ്മൾ കോപ്പി എഴുതുന്നു ഇല്ലേ, 3 കോപ്പി എഴുതുന്നുണ്ട് നമ്മള്. സോ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കൈയക്ഷരം നന്നാക്കുകയാണ്. എന്തിനാ കൈയക്ഷരം നന്നാക്കുന്നത്? കൈയക്ഷരം നല്ലപോലെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു കുട്ടിയുടെ ഒരു നോട്ടോ കാര്യങ്ങളോ വായിക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും ഒരു രസമാണ്, കാണുമ്പോൾ തന്നെ ഒരു ലൈഫാണ് അത് കൂടി. സോ അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ എന്തൊക്കെ അതിൽ നമ്മൾ നോക്കാറുണ്ട്? നമ്മുടെ 3 കോപ്പിയുടെ ആ ഒരു ടൈമിൽ എന്തൊക്കെ നമ്മൾ നോക്കാറുണ്ട് നോക്കാം. അതായത് നമ്മുടെ ലെറ്റർ സ്പേസിങ്, ഓരോ ലെറ്റേഴ്സിനും തമ്മിലുള്ള സ്പേസിങ്, കൂടാതെ ഓരോ ലെറ്റേഴ്സ് ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മേളിൽ എഴുതണം, സ്മോൾ ലെറ്റേഴ്സ് താഴോട്ട് പോകണം, അങ്ങനത്തെ പ്രിഫറൻസ് നിങ്ങൾ ഇല്ലേ. നമ്മൾ ജി ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പണ്ട് യൂസ് ചെയ്യില്ല ഇങ്ങനെയൊക്കെ. സോ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ടൈപ്പോഗ്രഫിന്റെ ഒരു എക്സാമ്പിൾസും മെത്തേഡ്സും ആണ്. സോ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ നല്ല വേർഡ്സ് വെച്ച് നല്ല ഫോണ്ട് വെച്ച് നമുക്ക് കൺവേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മെസ്സേജ് എന്താണോ അത് നമുക്ക് ലെസ് ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ യൂസേഴ്സിന് കിട്ടും. ഓക്കെ. സോ അടുത്ത നമ്മുടെ സ്പേസിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ മൈ നെയിം ഈസ് അഖിൽ. സോ ഞാനിങ്ങനെ മൈ നെയിം ഈസ് അഖിൽ എഴുതി. സോ അതിന് മൈ കഴിഞ്ഞ് സ്പേസ് കൊടുക്കും, നെയിം കഴിഞ്ഞ് സ്പേസ് കൊടുക്കും, ഈസ് കഴിഞ്ഞ് സ്പേസ് കൊടുക്കും. എന്തിനീ സ്പേസ് കൊടുക്കും? അതായത് ഈച്ച് ആൻഡ് എവറി കണ്ടന്റ് ഇതൊരു എലമെന്റ് ആണ്. മൈ എന്ന് പറഞ്ഞ എലമെന്റ്, നെയിം എന്ന് പറഞ്ഞ എലമെന്റ്, ഈസ് എന്ന് പറഞ്ഞ എലമെന്റ്, അഖിൽ എന്ന് പറഞ്ഞ എലമെന്റ്. സോ ഈച്ച് എലമെന്റിനെയും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് ഇട്ടത്. സോ അതേപോലെ തന്നെയാണ് സ്പേസ്. അപ്പൊ ഈ സ്പേസിംഗിൽ മെയിൻലി വരുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസ്, പിന്നെ ലൈൻ സ്പേസിംഗ്, പിന്നെ പാഡിംഗ്. അത് നമുക്ക് എന്താ നോക്കാം. ഒന്നാമത്തെ വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇട്ടില്ലേ, അതിനെയാണ് വൈറ്റ് സ്പേസ്. ഒന്നുമില്ലാതെ സ്പേസ് ഇല്ല. വൈറ്റ് സ്പേസ് നോട്ട് ഓൺലി ക്രിയേറ്റ്സ് ഹാർമണി, ബാലൻസ് ആൻഡ് ഹെൽപ്പ് ടു ബ്രാൻഡ് ദ ഡിസൈൻ, ഇറ്റ് കുഡ് ഓൾസോ ബി യൂസ്ഡ് ടു lead a reader from one element to another. അതായത് ഞാനിപ്പോ ഈ വാക്കുകൾ ശ്രദ്ധിക്കില്ലേ, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ലീഡ് എ റീഡർ എന്ന് പറഞ്ഞു. ഓരോ വാക്കും എടുത്തെടുത്ത് കാണിക്കുമ്പോൾ അതിന്റെ ബ്യൂട്ടി, അതിനെയാണ് നമ്മൾ വൈറ്റ് സ്പേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് സ്പേസ് കൊടുക്കുന്നത്. പിന്നെ അവർ മെയിൻ ഗോൾ ആർ ടു മേക്ക് ദ വെബ്സൈറ്റ് ലുക്ക് സിമ്പിൾ ആൻഡ് അൺകട്ടഡ് ആൻഡ് ടു ഡെലിവർ ഇൻഫർമേഷൻ ദാറ്റ് അവർ റീഡേഴ്സ് വിൽ എൻജോയ് ആൻഡ് അപ്ഡേറ്റ്.
അതായത് നമ്മൾ എന്തിനാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എഴുതുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കഥ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു അതിലെന്തെങ്കിലും ഒരു പാട്ട് എഴുതുകയാണ്, അല്ലെങ്കിൽ ലേഖനം എഴുതുകയാണ്. എഴുതുമ്പോൾ നമുക്ക് എന്താണ് അത് വായിക്കുമ്പോൾ ആ യൂസേഴ്സിന് ആ ഒരു ഫീല് കിട്ടണം. അല്ലാതെ നമ്മൾ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മീൻസ് കാണുമ്പോൾ തന്നെ ഒരു നോട്ട് ഗുഡ് എന്നുള്ളൊരു മെന്റാലിറ്റി വന്നു. പിന്നെ അതിനുള്ള എന്ത് കണ്ടന്റ് ആണെങ്കിലും, ഇപ്പം വലിയ കണ്ടന്റ് ആണെങ്കിലും ആ ഇൻട്രസ്റ്റ് അവിടെ പോയി. സോ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് സ്പേസിൽ എഴുതുന്നത്. വൈറ്റ് സ്പേസ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് മാർക്ക്ലി ബ്ലാങ്ക് സ്പേസ്. It is the element of design that enables the object on the page to exist. അതായത് നിങ്ങൾ ഈ ബ്ലാങ്ക് സ്പേസ് എന്ന് പറയുന്നത് ഒരു ചുമ്മാ ഒരു വരയായിട്ടോ അല്ല, ഒരു ഈ സ്പേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അതാണ് മീൻസ് നമ്മൾ ഈ വൈറ്റ് സ്പേസുകൾ നമ്മൾ ഈ ചെയ്തിരുന്ന ലെറ്റേഴ്സിന് ഒരു ബ്യൂട്ടി കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് എ ഹെൽപ്പ് എന്ന് ഞാൻ ഒരുമിച്ച് എഴുതിയത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? ഇത് വേറെ എന്തോ നമ്മൾ വായിക്കും അല്ലെ? അല്ലെങ്കിൽ ഞാൻ വൈറ്റ് സ്പേസ് ഇട്ട് എഴുതിയാലോ? കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സോ ഇതാണ് നമ്മുടെ വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ. ഓക്കെ, സോ അടുത്ത ലൈൻ സ്പേസ്. അതായത് ലൈൻ സ്പേസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ആദ്യത്തെ ഒരു ലൈനും രണ്ടാമത്തെ ഒരു ലൈനും തമ്മിലുള്ള ഒരു അകലം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ലൈൻ സ്പേസ് എന്ന് പറയുന്നത്. ലൈൻ സ്പേസ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ ഈച്ച് ലൈൻ ഇൻ എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിലുള്ള ഈച്ച് ലൈൻസിന് അകന്നോ അടുത്ത് വയ്ക്കുന്ന പോലെ ലൈൻ സ്പേസ്. വേർഡ് നമ്മൾ വേർഡിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. വേർഡ് അലൗസ് യൂസ് ടു കസ്റ്റമൈസ് ദ ലൈൻ സ്പേസ് ടു ബി എ സിംഗിൾ സ്പേസ്. ഒരു വൺ ലൈൻ ഹൈറ്റ് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ സ്പേസ് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാം. അതായത് ഈ ഇപ്പം ഇവിടെ ഒരു സ്പേസ് വരുന്നില്ലേ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, അടുത്തൊരു പാരഗ്രാഫ് ഉണ്ട്. സോ ഈ സ്പേസ് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഈ സ്പേസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ അതിന് നമ്മൾ ലൈൻ സ്പേസ് എന്ന് വിളിക്കും. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനു പറയുന്നത് വെച്ചാൽ, നിങ്ങൾ വേർഡ്സ് നമ്മൾ എന്ത് എഴുതുകയാണ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യും. അപ്പോൾ വേർഡ്സിനെ കുറച്ചുകൂടി ബ്യൂട്ടി ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ബട്ട് ഒന്നും കൂടെ പോസ് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, the default spacing in Word is 1.8 lines, which is strictly larger than single space. അതായത് സാധാരണ വേർഡിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി വേർഡിൽ 1.8 ലൈൻസ് വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു അകലമില്ലേ, അതിനെയാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളെ വേർഡ് എടുത്ത് ഇപ്പോൾ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും. കൂടാതെ നിങ്ങളുടെ വേർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ഇങ്ങനെ ഒരു ചിഹ്നം കാണും. അതായത് നമ്മൾ ഈ അലൈൻ ചെയ്യുന്നില്ലേ, അതായത് സെന്റർ അല്ലെങ്കിൽ ലെഫ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിന് കഴിഞ്ഞ് ഏറ്റവും അറ്റത്ത് ഒരു ബട്ടൺ ഉണ്ടാവും. അവിടെ ആയിരിക്കും ഇതിന്റെ ഈ ലൈൻ സ്പേസിങ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ അടുത്തത് നമ്മുടെ പാഡിങ്. ഈ പാഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ definition and usage. An element padding is a space between its content and its borders. The padding property should have property for padding top. അത് വേറൊന്നുമല്ല, അതായത് നമ്മൾ ഒരു ഫോട്ടോ ഇടാൻ വേണ്ടി നമ്മൾ ഒരു ഇത്ര സ്പേസ് അങ്ങോട്ട് വെളുക്കുവാണ്. അപ്പൊ അതിൽ ഫോട്ടോ അപ്പിയർ ചെയ്യുമ്പോൾ ഇത്ര മാത്രമേ ഫോട്ടോ വരുന്നുള്ളൂ. ഓക്കെ, ആരുടെ ഫോട്ടോ ആയാലും ബാക്കി ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് അതിന്റെ ബോർഡേഴ്സിന്റെ തിക്കും അല്ലെങ്കിൽ അവിടെ ഒരു വൈറ്റ് സ്പേസ് അങ്ങ് കൊടുത്തിട്ടേക്കാണ്. സോ ഇതിനെയാണ് നമ്മൾ പാഡിങ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഈ ഇതിൽ തന്നെ കാണാൻ അറിയാം, അതായത് ഇതായിരിക്കും നമ്മുടെ മാർജിൻ. ഓക്കെ, സോ മാർജിനിൽ ഒരു ബോർഡർ ഉണ്ടാവും. ആ ബോർഡർ കഴിഞ്ഞിട്ട് ഉള്ള ഒരു സ്പേസിംഗ് ആണ് പാഡിങ് എന്ന് വിളിക്കുന്നത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഇത്രയാണ് വരയ്ക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റ്, ഈ ബോർഡറോടാണ് വെബ്സൈറ്റ്. സോ അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ CSS പാഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ എഡ്ജിൽ അത്രയും മുട്ടി നിന്ന് കഴിഞ്ഞാല് നമുക്ക് കാണുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു കുറവുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോയെ ചുരുക്കുവാണ്. അതായത് പുറത്തെ നമ്മുടെ ബോർഡേഴ്സിന് അകത്തെ ഇതിന് തമ്മിലുള്ള ഒരു ഇതിന് പാഡിങ് പലതരമുണ്ട്. പാഡിങ് ടോപ്പ്, പാഡിങ് ബോട്ടം, പാഡിങ് ലെഫ്റ്റ്. അതായത് പാഡിങ് ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മേളിൽ നിന്ന് സ്പേസ് വരും. ഇനി പാഡിങ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള സ്പേസ് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള, ഇനി ബോട്ടം ആണെങ്കിൽ താഴെ നിന്നുള്ള. ഇനിയിപ്പോ മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ പാഡിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് പാഡിങ് ടോപ്പ്, പാഡിങ് റൈറ്റ്, പാഡിങ് ബോട്ടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ യൂസബിലിറ്റിയാണ്. അതായത് the website is not only looks attractive but it should also usable. Navigation, presentation and text are some aspects of usability. അതായത് എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ വെബ്സൈറ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് നമ്മൾ എപ്പോഴും യൂസറിനെ അട്രാക്റ്റീവ് ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെ? സോ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പാടുന്നത് ഒരു യൂസബിലിറ്റിയാണ്. അതായത് എപ്പോഴും യൂസർ ഇങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കൂടാതെ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എവിടെ പോയി ക്ലിക്ക് ചെയ്താൽ എന്താണ് വരേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സോ അതാണ് ഈ യൂസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ പറയുകയാണെങ്കിൽ 3 ടോപ്പിക് ഉണ്ട്. അതായത് അഹെറിംഗ് ടു സ്റ്റാൻഡേർഡ്സ്, അതായത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ബേസിക് സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സിന്റെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ യൂസേഴ്സ് ടാസ്ക്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ അഹെറിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, അതായത് വെബ് സ്റ്റാൻഡേർഡ്സ് ആർ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേൾഡ് വൈഡ് വെബ് കൺസ്യൂമിംഗ് W3C, okay, developed to promote consistency in the design code which makes up a web page. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേൾഡ് സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ ഈ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്, അപ്പൊ അവർ ചെന്ന് തീരുമാനിച്ചു, അതായത് എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ബേസിക് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അത് മറ്റൊന്നിനല്ല. അതായത് ഇപ്പം ഞാൻ മലയാളത്തിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അപ്പൊ ഞാൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ മാത്രം ഒരു കണ്ടുപിടിച്ച ഒരു ലാംഗ്വേജ് ആണെന്ന് വെച്ചോ മലയാളം. അത് വെച്ചിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലല്ല നമുക്ക് ചെയ്യുന്നത്, മലയാളത്തിൽ ഞാൻ ചെയ്തെന്ന് വെച്ചോ. ഈ മലയാളത്തിൽ ചെയ്ത സാധനം മറ്റൊരു സർവറിൽ കൊണ്ടിടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് കൊണ്ടിടുമ്പോൾ അത് അവിടെ സപ്പോർട്ടാവണം, അല്ലെ? അപ്പം ആ സപ്പോർട്ട് ആവണമെങ്കിൽ ഞാൻ കുറച്ച് ബേസിക് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അങ്ങനെയാണ്. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ സപ്പോസ് എന്താ പറയാ, നിങ്ങൾ ഒരു പൂട്ടുണ്ടാക്കി, നിങ്ങൾ സ്വന്തം ഒരു പൂട്ടുണ്ടാക്കി. അപ്പൊ ആ പൂട്ടിന് ഒരു ചാവി നിങ്ങൾ ഉണ്ടാക്കി, ഓക്കെ. സോ ഈ പൂട്ടിട്ട് നിങ്ങൾ ചാവി തുറക്കുന്നു, ഓക്കെ ഫൈൻ. സോ ഇത് യൂണിവേഴ്സിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കും. അതായത് നിങ്ങളൊരു പൂട്ടുണ്ടാക്കി, അത് ഏത് ചാവി വെച്ചിട്ട് തുറക്കാൻ പറ്റുന്ന ആയിരിക്കണം. അങ്ങനെ പൂട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ച് അതിന്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റണ്ടേ, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ വരുത്തണ്ടേ, അതിന്റെ ലോക്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുത്തണ്ടേ. എന്നാൽ മാത്രമല്ല അത് എല്ലാ കീക്കും സൂട്ടബിൾ ആവുന്ന പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഓണാക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. അപ്പം ഞാൻ നേരത്തെ പൂട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ, ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലോക്കാന്ന് വെച്ചാൽ അത് എവരി വൺ ഷുഡ്, അല്ലെങ്കിൽ എവരി സർവറിൽ ഏത് സർവറിൽ കൊണ്ടിട്ടാലും റൺ ആവണം, അല്ലെങ്കിൽ അത് കൺവേർട്ട് ആവണം. സോ അതിന് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് W3C. അതിനാണ് നമ്മൾ പറയുന്നത് വെബ്സൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. മറ്റൊന്നല്ല, അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്രമാത്രം വിചാരിച്ചു. Without getting technical, simply the guideline for the markup language which determines how a web page, എങ്ങനെയാണ് വെബ് പേജ് ഉണ്ടാക്കേണ്ടതെന്ന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉള്ളൂ, മറ്റൊന്നുമല്ല. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു HTML എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് വെബ് പേജ്, ഓക്കെ. വെബ് പേജ് തുടങ്ങുമ്പോൾ HTML എഴുതണം. വെബ് പേജ് ഇതിന്റെ കണ്ടന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് HTML ക്ലോസ് ചെയ്യണം, അല്ലെ? ഇതിന്റെ അടുത്ത് ഏത് വരും? വേണമെങ്കിൽ ഹെഡ് വരും, വേണമെങ്കിൽ ഹെഡില് ടൈറ്റിൽ വരും. ഹെഡ് ക്ലോസ് ചെയ്തു. സോ അടുത്ത ബോഡി ഓപ്പൺ ചെയ്തു. അതിലെന്താണ് കണ്ടന്റ് കൊടുക്കുന്നത്, കണ്ടന്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ബോഡി ക്ലോസ് ചെയ്തു. സോ ഈ ഒരു മെത്തേഡ്, ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, സോ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്, ഓക്കെ. നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കണം. അതായത് നമ്മൾ ഒന്നും കൂടെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോട്ടോ, അതായത് അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വിഷ്വൽ ഡിസൈൻ, കണ്ടന്റ് സ്ട്രാറ്റജി, ഇന്റഗ്രേഷൻ, ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഗ്രാഫിക്കൽ ഡിസൈനറാണ്. അതായത് നിങ്ങൾ എന്താണോ നോക്കി കാണുന്നത് ആ ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിക്കൽ ഡിസൈനേഴ്സ് ആണ്. അത് അവരാണ് ചെയ്യുന്നത്, അത് അവരുടെ ഭാഗത്തോട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കൂടാതെ അതായത് അതിന്റെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബേസിക് CMS, അങ്ങനത്തെ സെറ്റപ്പ്, അതായത് ഇന്ററാക്ഷൻസ് സെറ്റപ്സ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. ഈ ഫ്രണ്ട്, അതായത് ഗ്രാഫിക്കൽ ഡിസൈനേഴ്സ് എന്തെങ്കിലും ഒരു ഗ്രാഫിക്കലി ഒരു പോയിന്റ്, ഒരു മൗസ് അവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്ന് അവർ ചെയ്യില്ല. അതെന്ത് സംഭവിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അത് കഴിഞ്ഞ് ഇവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റാബേസിലോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമല്ലോ. സോ അത് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. സോ അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ള നിങ്ങൾ ആരെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുക, ഓക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, നിങ്ങൾ ഫ്രണ്ട് എൻഡ് ആണോ ബാക്ക് എൻഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ബാക്ക് എൻഡ് എന്ന് പറയുന്നത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഈ ഡാറ്റ സർവറിലോട്ട് എത്തിക്കഴിഞ്ഞ് അവിടുന്ന് സർവറിൽ ഇത് എന്താ പറയുക, എന്താണ് റിസൾട്ട് വേണ്ടത് അത് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ കൊണ്ട് കൊടുക്കട്ടെ. അതായത് നമ്മുടെ യൂസർ ID കാരണം ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മൾ കയറി
എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതടിച്ചു അത് നേരെ പോയിരിക്കും. സോ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ വെബ് ഡിസൈനർ എന്ന് പറഞ്ഞ പേരിൽ മൊത്തം ഈ ഗ്രാഫിക് ഡിസൈനർ ഫ്രണ്ട് എൻഡും കൂടെ നമുക്ക് വെബ് ഡിസൈനർ എന്ന് വിളിക്കാം. സോ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വേൾഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് നമ്മളൊരു ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം ഇത് മൂന്നും ഒന്നിച്ച് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തെന്ന് പറയുന്നതാണ് യൂസേഴ്സ് എക്സ്പീരിയൻസ്. സോ നമ്മളൊരു വെബ്സൈറ്റ്, പല വെബ്സൈറ്റുകളും നമ്മൾ കയറാറുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിൽ കയറുന്നുണ്ട്, ഇനിയിപ്പോൾ ന്യൂസ് വായിക്കാൻ വേണ്ടി മാത്രം ഈ ന്യൂസിലൊക്കെ കയറാറുണ്ട്, ഒക്കെ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എപ്പോഴും എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു എന്താ പറയുക ഡൗട്ട് വരരുത്. എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരണം എന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ യൂസേഴ്സിന് ഉണ്ടാവണം. അതായത് ഈ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ UX. On the other hand, it is all about the visitors feel about interacting with your website. എന്താണ് നമ്മൾ വെബ്സൈറ്റുമായിട്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരു എഡ്യൂക്കേഷൻ ഒരു സൈറ്റ് നമ്മൾ തുടങ്ങി. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടികൾ കയറി കഴിയുമ്പോൾ കുഞ്ഞു മക്കളല്ല, അവർക്ക് അറിയില്ലല്ലോ എങ്ങനെ പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ താറാവിൻ്റെ പടമോ നമ്മുടെ ഡിങ്ങിൻ്റെ പടമോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് കൂടുതൽ അത് കളിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. സോ ഇതേപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. അപ്പം നമ്മളൊരു വെബ്സൈറ്റിലോട്ട് കയറി ചെല്ലുമ്പം എവിടെയാണ് എന്തൊക്കെ ഇരിക്കുന്നതെന്ന് നമുക്ക് മര്യാദയ്ക്ക് അറിയണം. അതായത് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസ് വരും, ഹിസ്റ്ററി വരും. സോ അപ്പോൾ അതൊക്കെ അവർ കാണുന്ന ഇടത്ത് പ്ലേസ് ചെയ്യണം. സോ ആ ഒരു എക്സ്പീരിയൻസിനാണ് നമ്മൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ യൂസറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഫ്ലോപ്പാണ്, അല്ലെ? സോ യൂസർ എക്സ്പീരിയൻസ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ഓൾ അബൌട്ട് ദ വേ വിസിറ്റേഴ്സ് ഫീൽ അബൌട്ട് ഇന്ററാക്ടിംഗ് വിത്ത് യുവർ വെബ്സൈറ്റ്. യൂസബിലിറ്റി ഈസ് അബൌട്ട് ഫങ്ഷനാലിറ്റി. നേരത്തെ ഒക്കെ പറഞ്ഞെന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷനാലിറ്റി ആണ്, എങ്ങനെ വെബ്സൈറ്റ് നമുക്ക് മര്യാദയ്ക്ക് ക്രിയേറ്റ് ചെയ്യാം, അലൈൻ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ബട്ട് UI എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പം ഒരു മാർക്കർ, ഈ ഒരു മാർക്കർ ഞാൻ മേക്ക് ചെയ്യും, ഞാൻ ഉണ്ടാക്കി ഡെവലപ്പ്, പക്ഷെ ഇത് മറ്റുള്ളവർ യൂസ് ചെയ്യുമ്പോഴല്ല ഇത് കൊള്ളാം രസമുണ്ട് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇഫ് യൂസേഴ്സ് ക്യാൻ ഫൈൻഡ് ദ ഇൻഫർമേഷൻ ദേ ഓഫ്റ്റൻ ബിക്കം ഫ്രസ്ട്രേറ്റഡ്. അതായത് അവർക്ക് ഈ വെബ്സൈറ്റ് കയറിയിട്ട് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് കയറിയിട്ട് എനിക്ക് പഠിക്കേണ്ട ഒരു കാര്യങ്ങളും വരില്ല. ഇപ്പം പിന്നെ ഞാൻ എന്തിനാണ് വെബ്സൈറ്റ് എടുക്കുന്നത്? സോ ഈ തോട്ട് ഒരിക്കലും യൂസറിൻ്റെ അടുത്ത് വരാൻ പാടില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണോ ഡിസൈൻ ചെയ്യുന്നത് അത് നല്ലപോലെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ സൈറ്റ് ഫ്ലോപ്പ് ആവും. എത്രത്തോളം അൽഗോരിതം എത്രത്തോളം നല്ല ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ യൂസറിന് കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. More difficult for website is to use. The higher you became, rate will typically be. അതായത് യൂഷ്വലി അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കണം എന്ന് പറഞ്ഞിട്ടായിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് യൂസർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? വെബ്സൈറ്റ് ഡൗൺ ആവും. നമുക്ക് കിട്ടേണ്ട റവന്യൂ അല്ലെങ്കിൽ അതൊക്കെ ഡള്ളായിരിക്കും. Poor experience can mean few return visitors, less revenue traffic and even decrease the conversion. അതായത് ഇപ്പം നിങ്ങളിപ്പം മീൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കി മീൻസ് നല്ല അക്ഷരങ്ങൾ കൊണ്ടും നല്ല UID കൊണ്ടും നല്ല കളർഫുൾ സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പം അത് ഉണ്ടാക്കിയിട്ട് നല്ലൊരു അനുഭവം അല്ല യൂസർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ പറയാൻ അവരെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ വെബ്സൈറ്റിൽ മോശമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവർ കൺവേ ആവില്ല, അല്ലേ? അതങ്ങനെ തന്നെയല്ലേ? സോ അടുത്തതെന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ടാസ്ക്. അതായത് നമ്മൾ ഒരു എന്തൊക്കെ യൂസേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ടാസ്കുകൾ കൊടുക്കാൻ പറ്റും. നമ്മളൊരു വെബ്സൈറ്റിൽ ഉണ്ടാക്കണം, ഫീഡ്ബാക്സ് എടുക്കാം. അതായത് ക്രിയേറ്റ് ലിസ്റ്റ് വെബ്സൈറ്റ് ടാസ്ക് ഷുഡ് ബി ത്രൂ ലിസ്റ്റ്, ഹവർ ലിസ്റ്റ് ഷുഡ് ബി അണ്ടർ 100 ടാസ്ക്. ഇതെന്തിനാ വെച്ചാൽ ഇതൊരു സൈക്കിളാണ്. സാധാരണ നമ്മുടെ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സൈക്കിൾ. അതിൽ യൂസേഴ്സ് ടാസ്കുകൾ എങ്ങനെയൊക്കെ എന്തൊക്കെ യൂസേഴ്സ് ടാസ്കുകൾ നമുക്ക് എടുക്കാം, എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നൊക്കെ പറയുന്ന ഒരു സൈക്കിളാണ്. സോ അതിൽ ആദ്യം നമ്മളെപ്പോഴും എന്തൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വെച്ചിട്ട് എന്തൊക്കെ യൂസറിന് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കും. സോ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഇനി കമന്റ്സ് ദാറ്റ് ക്യാൻ ബി ഓൾറെഡി ഗോട്ടൺ ഫ്രം യു യൂസേഴ്സ്. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ എടുക്കും, അങ്ങനെ യൂസേഴ്സ് കമന്റ് വെച്ചിട്ട് നമ്മൾ വെബ്സൈറ്റ് മാറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക്, ഏതെങ്കിലും ഫീഡ്ബാക്കുകൾ ചോദിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, താല്പര്യമുണ്ടോ, നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് സോ അതെടുക്കും.
അല്ലെങ്കിൽ ഡിജിറ്റൽ അനാലിസിസ്. മീൻസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് പോലത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. സോ ഇതുപോലുള്ള വെബ്സൈറ്റ് നേരത്തെ പലരും ഉണ്ടാക്കി കാണും. അപ്പം അവരുടെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കി, നല്ല പോപ്പുലറായ അങ്ങനത്തെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കി എന്തൊക്കെയാണ് മാറ്റം, എൻ്റെ വെബ്സൈറ്റിനകത്ത് എന്താണ് അവരുടെ ഉള്ളത് എന്ന് മാറ്റം വരുത്തി നമ്മൾ വീണ്ടും നമ്മുടെ വെബ്സൈറ്റ് ചേഞ്ച് ചെയ്യും. സോ ആസ്ക് യൂസേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്കിൻ്റെ വേറൊരു സാധനം ആസ്ക് യൂസേഴ്സ്. ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്ന് ജസ്റ്റ് ആസ്ക് ചെയ്യുന്നു. സോ അടുത്തെന്ന് പറയുന്നത് വിഷ്വൽ ഹൈറാർക്കി. അതായത് വിഷ്വൽ ഹൈറാർക്കി, one of the most important principles behind good web design is the difference between a site that strategically influences users flow and decides and site that just look nice, which refers to the order in which the human eye perceive what it sees. അതായത് മറ്റൊന്നല്ല, അതായത് നമ്മളൊരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചു, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, സോ നിങ്ങൾ പെട്ടെന്ന് കാണുക ഏതാ ശ്രദ്ധിക്കുക? ഈ ഡോട്ടിനെ അല്ലേ? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കണ്ണ് പോവുക ഏറ്റവും വലുതായിട്ട് ഈ ഡോട്ടിന്. സോ അതെന്തുകൊണ്ടാണ്? നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഏറ്റവും വലിയതിന് വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ വെബ്സൈറ്റ് നല്ല കളർഫുൾ, നല്ല എന്താ പറയുക, നല്ല ചുമലയിൽ അല്ലെങ്കിൽ നല്ല നീലയിലൊക്കെ ഇട്ട എന്തെങ്കിലും ലെറ്റേഴ്സ് ഒന്നും ആദ്യം അതേ വായിക്കുള്ളൂ. അതെന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ്. സോ ആ ഒരു സൈക്കോളജി നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ. അതാണ് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ സൈസ്. Size is generally the first thing new designers do, which try to create topologies hierarchy. And for good reason, it's immediately easily identified by readers. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഹെൽപ്പ് എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഉണ്ടാവും. ബട്ട് ഞാൻ വലിയ അക്ഷരത്തിൽ ഹെൽപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ അത് നോട്ടീസബിൾ അല്ലേ? സോ അപ്പം സൈസ് എന്ന് പറയുന്നത് സൈസ്, കളറ്, ഫോണ്ട്, ഇതൊക്കെ ഇതിനൊരു ഫാക്ടേഴ്സാണ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി കണ്ടിട്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ അത് കണ്ടന്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, കൂടാതെ കണ്ടന്റ്, അതായത് നമ്മൾ എന്താണോ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ കാര്യമാണ് നമ്മൾ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ആ കാര്യം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോസ് ആവാം, വീഡിയോസ് ആവാം, എന്തെങ്കിലും അതിൻ്റെ സംബന്ധമായ മെസ്സേജസ് ഇട്ടിട്ട് വേണം നമ്മളതിന് ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. അതായത് കൺസിസ്റ്റൻസി ഈസ് എ കീ ഫാക്ടർ ഇൻ വെബ് ഡിസൈൻ ഫോർ ബോത്ത് വിഷ്വൽ എലമെന്റ്സ് ആൻഡ് ഫംഗ്ഷനാലിറ്റി. Consistency ensures that your website look coherent and work harmoniously across all its difficult elements, such as headlines, fonts, sidebars, navigation bars. അങ്ങനെ അതായത് മറ്റൊന്നുമല്ല, അതായത് നിങ്ങളൊരു വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കൊടുക്കുന്ന ഓരോ പോയിന്റ്സും, ബട്ടൺസ് ആണെങ്കിൽ തന്നെ, ലിങ്ക്സ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അത് ലോഡായി വരുന്നു. ആ ഒരു ഫംഗ്ഷനാലിറ്റി തന്നെയാണെങ്കിലും ഈ ഫംഗ്ഷനാലിറ്റി എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇത് യൂസറിന് കൊടുത്ത് കഴിഞ്ഞിട്ട് യൂസർ 2-3 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴും സാധനം ഓണമില്ല. പിന്നെ യൂസർ പിന്നെ രണ്ടാമത് ആ സൈറ്റിലോട്ട് കയറും ഇല്ല. സോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ വെബ് ഡിസൈനിൽ. അതിനൊരു അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീവ്സ് യുവർ യൂസേഴ്സ് മോർ പോസിറ്റീവ് എക്സ്പീരിയൻസ്. യൂസേഴ്സ് ഒരു വട്ടം കയറി കഴിഞ്ഞ സൈറ്റിൽ വീണ്ടും വീണ്ടും കയറാൻ തോന്നുന്ന, അവർക്ക് അതിൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് അത് പഠിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി ഉള്ള നല്ല വെബ്സൈറ്റുകൾ, അല്ലെങ്കിൽ നല്ല ഇന്ററാക്ഷൻസ്, വർക്കിംഗ് ഫംഗ്ഷനാലിറ്റി ഒക്കെ ഉള്ള വെബ്സൈറ്റുകൾ യൂസേഴ്സ് വീണ്ടും വീണ്ടും കയറും. കൂടാതെ enables users to create our task more quickly and effectively. So for example, നമ്മുടെ ടിക്ടോക്ക് പണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അതിലോട്ടാണ് കയറിപ്പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനത്തെ വീഡിയോ ഷെയറിങ് ആപ്പുകൾ വന്നു. ഫേസ്ബുക്ക് പോലും തുടങ്ങി വരണം. അല്ലാതെ ഇഷ്ടമാതിരി ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. എന്തുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോയില്ല? നിങ്ങൾ നോക്കിയോ? സോ അതിൽ നിന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൻ്റെ ആൽഗോരിതം അല്ലെങ്കിൽ ടിക്ടോക്കിൻ്റെ ആ ഒരു അപ്പിയറൻസ് വളരെ സിമ്പിളായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഈസിലി വീഡിയോസ് എടുക്കാം, ഈസിലി വീഡിയോസ് കൺവേർട്ട് ചെയ്യാം, അതിൽ ബാക്കി എക്സ്ട്രാ പരസ്യങ്ങളോ അങ്ങനെയൊന്നും കൂടുതൽ കമ്പനി ഇല്ലായിരുന്നു അല്ലെ? അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഈസിയാണ്, കുറെ റിലേറ്റഡ് ആണ് കാര്യങ്ങൾ. കാരണം എല്ലാ ആപ്ലിക്കേഷൻ വന്നപ്പോൾ പോലും ഇതിനെ തന്നെ നമ്മൾ നിന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോ ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ആണ്. സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് കൺസിസ്റ്റൻസി എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ.
സോ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കി. വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക്, അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പറിന് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്പറിന് ഏറ്റവും പേടിയുള്ള ഒരു ടീം എന്ന് പറയുന്നത് ടെസ്റ്റേഴ്സാണ്. അതൊരു വേറൊരു ടീമാണ്. ടെസ്റ്റിംഗ് ടീം എന്ന് പറഞ്ഞാൽ വേറെ ടീം. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാ രീതിയിലുള്ള ടെസ്റ്റിങ്ങുകളാണ്. അതായത് ഒരു 100 പേര് ഒരുമിച്ച് പെട്ടെന്ന് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഇനിയിപ്പോൾ പാസ്വേഡ് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, പാസ്വേഡ് ABCD എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനത്തെ പലതരം ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്, പല ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. സോ ഇതെന്തിനുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞത് തൊട്ട് മുമ്പ് പറഞ്ഞ കൺസിസ്റ്റൻസി, ഈ കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഒരു നല്ലൊരു വെബ്സൈറ്റിന് എപ്പോഴും റെഗുലർ ബേസ്ഡ് ഒരു ടെസ്റ്റിംഗ് നിർബന്ധമാണ്. ടെസ്റ്റ് ഏർലി ആൻഡ് ടെസ്റ്റ് ഓഫൺ അല്ലെങ്കിൽ TETO is another web design principle that all designers and web owners must consider. Basically, the term user testing refers to the technique usually testing which is used to help discover and solve problems in your web design. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂസർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് വേറൊരു പ്രിൻസിപ്പിൾ, വേറൊരു മേഖലയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡെവലപ്പർ ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ആ സൈറ്റുകൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് റാൻഡംലി ചെക്ക് ചെയ്ത് ഒരു 100-150 വട്ടം ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും, എവിടെയെങ്കിലും ഒരു ഇരുന്ന് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നേരത്തെ കൺസിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. അതിൽ ഒരു യൂസറിന് പെട്ടെന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു മിലിറ്ററി ബേസ്ഡ് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സൈറ്റ് ഒരു 1000 വട്ടെങ്കിലും അവർ ടെസ്റ്റ് ചെയ്യും. കാരണം ഒരു ഇറർ പോലെ അത് സംഭവിക്കാൻ പാടില്ല. സോ അപ്പം ഈ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. There are different types of user tests such as user appreciation and testing and പിന്നെ യൂസിബിലിറ്റി ടെസ്റ്റിംഗ്, പലതരം ടെസ്റ്റിംഗ് മെത്തേഡ്സുകളുണ്ട്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ. ഓക്കെ, സോ എല്ലാ സ്റ്റേജിലും, അതായത് നമ്മുടെ ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന അനലൈസ് സ്റ്റേജ് ആണെങ്കിൽ തന്നെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ സ്റ്റേജ്, ഡിസൈൻ സ്റ്റേജ്, ഡെവലപ്പിംഗ് സ്റ്റേജ്, ഡെവലപ്മെന്റ് സ്റ്റേജിലാണെങ്കിൽ തന്നെ എല്ലാ സ്റ്റേജിലും ഈ യൂസർ ടെസ്റ്റിംഗ് നടക്കും. കാരണം ഒരു സ്റ്റേജിൽ പോലും ഇത് ബ്രേക്ക് ആവരുത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.